ഏതാണ്ട് 19 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2005 മാരുതി സുസുക്കി ഒരു പുതിയ മോഡൽ നിരത്തിലിറക്കി. ശരിക്കും പറഞ്ഞാൽ അന്നു മുതൽ ഇന്നു വരെയും ഇന്ത്യൻ നിരത്തുകളെ ഭരിക്കുന്നത് ആ ഒരു മോഡലാണ്. ഇന്ത്യൻ വാഹന വിപണിയുടെ ദ കിങ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മാരുതി സുസുക്കി സ്വിഫ്റ്റ്. രണ്ടായിരത്തി 2011, 2018 അങ്ങനെ ഈ 3 ജനറേഷനുകൾക്ക് ശേഷം വീണ്ടും ഈ മോഡലിൻ്റെ 4th ജനറേഷൻ വിപണിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. മാരുതി സുസുക്കി സ്വിഫ്റ്റ് 2024 ഏറ്റവും പുതിയ മാറ്റങ്ങൾ നമുക്ക് അടുത്തറിയാം. ലെറ്റ്സ് ഗോയുടെ പുത്തൻ പുതിയ എഡിഷനിലൂടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി മാമംഗലത്തുള്ള മാരുതി സുസുക്കി പോപ്പുലർ അരീന ഷോറൂമിലാണ്. എല്ലാവർക്കും അറിയാം, സ്വിഫ്റ്റിൻ്റെ പുതിയ വേർഷൻ, പുതിയ ജനറേഷൻ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഈ ഷോറൂമിൽ ഏതാണ്ട് 6 years എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ റിലേഷൻഷിപ്പ് മാനേജർ കൂടിയായ ക്രിസ്റ്റീന മാം ഉണ്ട്. നമുക്ക് വെൽക്കം ചെയ്യാം. പുതിയ സ്വിഫ്റ്റ് 4th ജനറേഷൻ ആണ്. സ്വിഫ്റ്റിന്റെ ഡെഫിനേഷൻ പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം, അതായത് സ്റ്റണ്ണിങ് എക്സ്റ്റീരിയർ, വെൽക്കമിങ് ഇന്റീരിയർ ആണ്, ഇംപെക്കബിൾ സേഫ്റ്റി, ഫൺ ടു ഡ്രൈവ്, ദെൻ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ സ്വിഫ്റ്റ് ആണ്. നമുക്കിപ്പോൾ ഇതിന്റെ ഡിസൈൻ വരുന്നത് സിഗ്നേച്ചർ റാപ്പ് റൗണ്ട് ഡിസൈൻ ആണ് വരുന്നത്. ബോൾഡ് ആൻഡ് മസ്കുലർ സ്റ്റാൻഡ്സ്. നമുക്ക് വെഹിക്കിള് കാണാനായിട്ട് കുറച്ചും കൂടെ ലുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലോസി ബ്ലാക്ക് ഗ്രിൽസ് വരുന്നുണ്ട്. ഗ്രിൽസിന് കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ട്. അതെ, കാണാൻ കുറച്ചും കൂടെ ഷൈനിങ് ആയിട്ടുണ്ട്. അതുപോലെ സുസുക്കിയുടെ ബാഡ്ജിങ് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ബമ്പറിൽ തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഹെഡ് ലാമ്പ് വരുമ്പോഴത്തേക്ക് സ്മോക്കി പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആയിരിക്കും. ഹാലജൻ ആണ് വരുന്നത്. അതൊക്കെ അഡീഷണൽ ആയിട്ട് ആക്സസറീസ് നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഫോഗ് ലാംപ്സ് നമുക്ക് ഫുൾ ഓപ്ഷനിലായിരിക്കും വരുന്നത്. ഇതിപ്പോ നമുക്ക് അഡീഷണൽ ആയിട്ട് ആക്സസറീസിൽ നമുക്ക് ആഡ് ഓൺ ചെയ്തേക്കുന്നതാണ്. മെയിനായിട്ട് നമുക്ക് ഇതിന്റെ ഇന്റീരിയറിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഇതിപ്പോ VXA വേരിയന്റ് ആണ്. നോർമലി നമുക്ക് പഴയ സ്വിഫ്റ്റിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ, കോൾ ഡിസ്കണക്ട് ചെയ്യാനൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റീരിയോ വരുമ്പോഴത്തേക്ക് VXA വേരിയന്റിൽ പഴയ സ്വിഫ്റ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റീരിയോ ആണ് വരുന്നത്. സ്മാർട്ട് പ്ലേ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യുന്ന വിത്ത് നാവിഗേഷൻ ഉൾപ്പെടെയുള്ള സ്റ്റീരിയോ ആണ് നമുക്ക് VXA വേരിയന്റ് തൊട്ട് വരുന്നത്. അതുപോലെ AC ആണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ AC ആക്കിയിട്ടുണ്ട്. പിന്നെ ഡുവൽ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഇതിപ്പോ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനുവലിന്റെ സെയിം മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഓട്ടോ ഗിയർ ഷിഫ്റ്റിൽ തന്നെ നമുക്ക് സെയിം മൈലേജ് തന്നെ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യും. ഡിജിറ്റൽ AC എന്ന് വെച്ചാൽ അതിന്റെ ഒരു പ്രത്യേകത? ഡിജിറ്റൽ AC എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഇത് കൺട്രോൾ ചെയ്യാനും ഒക്കെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പഴയ സ്റ്റൈലിൽ നിന്നും പുതിയതിലേക്ക് കുറച്ചൊരു സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രം. കാണാൻ കുറച്ചും കൂടെ ഷൈനിങ് കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് കുറച്ച് ലെഗ് സ്പേസ് ഒക്കെ കൂടിയിട്ടുണ്ട്. ലെങ്ത് കൂടിയിട്ടുണ്ട്. 15 mm ലെങ്ത് കൂടിയിട്ടുണ്ട്. ഡ്രൈവർ ഓറിയന്റഡ് കോക്പിറ്റ് ഡിസൈൻ ആണ് ശരിക്കും നമുക്ക് ന്യൂ സ്വിഫ്റ്റിൽ വന്നേക്കുന്നത്. അതെ, അതായത് ഡ്രൈവറിന് തന്നെ കറക്റ്റ് നമുക്ക് സ്റ്റീരിയോയും കാര്യങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഡ്രൈവർ ഓറിയന്റഡ് കോക്പിറ്റ് ഡിസൈൻ എന്ന് പറയും. അതുപോലെ തന്നെ കുറച്ചൊരു ആംഗിൾ വൈസ് കുറച്ച് നമുക്ക് കൂടുതലും കൺവീനിയന്റ് ആയിരിക്കും. നമുക്ക് സ്റ്റീരിയോയും കാര്യങ്ങളും ഒക്കെ ഒന്നും കൂടെ ഫോക്കസ് ചെയ്യത്തക്ക അല്ലേ, കുറച്ച് ചെറിയ ചെറിയ വന്നിട്ടുണ്ട്. അതെ. VXA ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ഫോൾഡബിൾ കിട്ടും. അതുപോലെ തന്നെ ഫുൾ സ്റ്റാർട്ട് ബട്ടൺ വരും. അതുപോലെ തന്നെ 40+ ഫീച്ചേഴ്സ് ഉള്ള സുസുക്കി കണക്റ്റും കൂടെ നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്.
VXI ഓപ്ഷനും VXIയും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് വെറും 32,000 മാത്രമാണ്. അപ്പോൾ 3 ഫീച്ചർ, അതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കസ്റ്റമറിന്റെ മുമ്പിലേക്ക് എത്തുകയും ചെയ്യും. കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു. VXI കാട്ടിലും കുറച്ചും കൂടെ നല്ലത് VXI. 32,000 വ്യത്യാസം വരുന്നുള്ളൂ. അതെ. മെയിൻ ആയിട്ടും ഈ സുസുക്കി കണക്ട് എന്ന് വെച്ചാൽ ഇപ്പം ചേട്ടൻ ഈ വെഹിക്കിൾ എടുക്കുവാണ്, ആരുടെയും ഒരാളുടെ കയ്യിൽ ഈ കാർ നമ്മൾ കൊടുത്തു വിടുവാണ്, നമുക്ക് ആ വെഹിക്കിൾ ആക്സസ് ചെയ്യാം. ഏതൊക്കെ സ്ഥലത്ത് പോയി, നമ്മളോട് പറഞ്ഞ ലൊക്കേഷൻ അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, റാഷ് ഡ്രൈവ് ആണോ ചെയ്തത്, ആവറേജ് മൈലേജ് എത്ര കിട്ടി, അതുപോലെ തന്നെ നമുക്ക് വെഹിക്കിൾ എന്തെങ്കിലും വാർണിംഗ്സ് വന്നിട്ടുണ്ടോ, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് സുസുക്കി കണക്റ്റിൽ വരുന്നുണ്ട്. അപ്പം അതും മൊബൈലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് വയർലെസ് ചാർജർ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ വരും. ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഡ്രൈവ് കൺവീനിയന്റ് ആയിരിക്കും. ബാക്കിൽ ഇരിക്കുന്നവർക്ക് ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ ഫീച്ചർ ആണ്. നമുക്ക് റെയർ AC വെന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. നമ്മളിതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ നമുക്ക് ടെയിൽ ലാമ്പ് വരുമ്പോഴത്തേക്ക് C ഷേപ്ഡ് LED ടെയിൽ ലാമ്പ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ റെയർ ഡിഫോഗർ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. മെയിൻ ആയിട്ടും അതാണ് വ്യത്യാസം വരുന്നത്. പിന്നെ നമുക്ക് ZXA പ്ലസിലേക്ക് വരുമ്പോഴത്തേക്ക് വൈഡ് ആംഗിൾ ക്യാമറയും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ബൂട്ട് സ്പേസ് അല്ലേ? അത്യാവശ്യം ഇലക്ട്രോണിക് ബൂട്ട് ഡോർ ഓപ്പണർ ആണ് വരുന്നത്. ലഗേജ് ലോഡിംഗ് ലിപ്പ് മെയിൻ ആയിട്ടും കുറച്ചിട്ടുണ്ട്. അതൊരു ഹെൽപ്പാണ്, കാരണം 10mm കുറച്ചത് കൊണ്ട് തന്നെ നമുക്ക് ലഗേജും കാര്യങ്ങളും കുറച്ചും കൂടെ എടുത്തു വെക്കാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പം കഴിഞ്ഞ ആ ഒരു ഓപ്ഷനേക്കാളും കുറച്ചുകൂടെ ബൂട്ട് സ്പേസ് കൂടി എന്നാണ് പറയുന്നത്. ബൂട്ട് സ്പേസ് 265 ആണ് വരുന്നത്. 265 ലിറ്റേഴ്സ് വരും. അതെ, നമുക്ക് ലഗേജ് എടുത്തു വെക്കാനൊക്കെ കുറച്ചും കൂടെ കൺവീനിയന്റ്. പിന്നെ നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. നമുക്ക് റെയർ സീറ്റിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തിങ്സ് ഒക്കെ വെക്കാനായിട്ട് പാഴ്സൽ ട്രേ ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് നമുക്ക് സീറ്റ് വരുന്നത് ഫുൾ ഫോൾഡിംഗ് ആയിരിക്കും വരുന്നത്. ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് 60-40 ആയിരിക്കും വരുന്നത്. നമുക്ക് ഒരു സീറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് മറ്റേ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഒരു സീറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് ബാക്ക് സീറ്റോ? അതെ. നമുക്കിപ്പോ സ്വിഫ്റ്റിന്റെ ഡോർ ഹാൻഡില് പില്ലറിൽ നിന്ന് നമുക്ക് നേരെ ബോഡിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് കുറച്ചും കൂടെ കൺവീനിയന്റ് ആണ്. സേഫ്റ്റി പറയാനാണെങ്കിൽ എല്ലാവർക്കും നെഗറ്റീവ് കുറെ കമന്റ്സ് വന്നുകൊണ്ടിരുന്ന ഒരു മോഡലാണ് സ്വിഫ്റ്റ്. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നമുക്ക് 6 എയർ ബാഗ്, ABS-ന്റെ ബ്രേക്കിംഗ് സിസ്റ്റം, റെയർ പാർക്കിംഗ് ക്യാമറ, ESP, ഹിൽ ഹോൾഡ്, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് പ്രീടെൻഷൻ ആൻഡ് ഫോഴ്സ് ലിമിറ്റർ, എല്ലാ സീറ്റിനും സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സ് എല്ലാം തന്നെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികളെയൊക്കെ നമുക്ക് ബാക്ക് സീറ്റിൽ ഇരുത്തുന്ന സമയത്ത് ചൈൽഡ് സീറ്റ് കീപ്പ് ചെയ്യാനുള്ള അത് ഓപ്ഷനും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത്ര നാൾ നമുക്ക് സ്വിഫ്റ്റിനെ കുറിച്ച് കേട്ട ആ ഒരു സേഫ്റ്റിയുടെ പൂർണ്ണമായും ഈ ഒരു ജനറേഷനിൽ പരിഹരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അതെ അല്ലേ? ഷോറൂം നമുക്ക് കാണാം, വളരെ വിശാലമായിട്ടുള്ളൊരു ഷോറൂമാണ്. ശരിക്കും കസ്റ്റമേഴ്സിന് ആർക്ക് വന്നാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വാഹനങ്ങളും കണ്ടറിയാനും അടുത്തറിയാനും ഒക്കെയുള്ള നല്ല സൗകര്യം ഒരുക്കിയിട്ടുള്ള ഒരു ഷോറൂമാണിത്. ഇപ്പോൾ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് എല്ലാം കണ്ടപ്പോൾ ഒന്ന് സ്വന്തമാക്കിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമില്ലേ? പക്ഷെ എന്ത് വേണം, അതിന് കയ്യിൽ മണി വേണം. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മളോടൊപ്പം ഈ ഷോറൂമിലെ ഇതിൻ്റെ എക്സ്പേർട്ടായ ഫിനാൻസ് കോർഡിനേറ്ററായ അനീഷ് സാറുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന സ്കീംസ് ന്യൂ സ്വിഫ്റ്റിൻ്റെ ഫിനാൻസിൻ്റെ സ്കീംസാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു 12 ബാങ്കായിട്ട് നമുക്ക് 100% ഫണ്ടിങ് സ്കീംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്കീംസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അതായത് നമ്മൾ സാധാരണ നാഷണലൈസ് ബാങ്ക്, അതുപോലെ തന്നെ എന്താ പറയുക പ്രൈവറ്റ് ബാങ്ക്സ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറുടെ ഇൻകം അല്ലെങ്കിൽ സിബിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്കീംസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു 800 അതിന് മേലെ സിബിൽ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വണ്ടി വില, ഇൻഷുറൻസ്, റോഡ് ടാക്സിൻ്റെ 100% നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലസ് അതുപോലെ തന്നെ നമ്മളൊരു ബേസിക് ഒരു സ്വിഫ്റ്റ് LXI, അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് VXI ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു EMI വരാൻ നേരത്ത് നമുക്കൊരു 10 രൂപ താഴെ നമുക്ക് EMI ചെയ്യാൻ പറ്റും. അറൗണ്ട് ഒരു 1 lakh ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതിയാവും. NBFC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി വില, ഇൻഷുറൻസ്, റോഡ് ടാക്സിന് 90 കിട്ടും. പിന്നെ കസ്റ്റമർ സിബിൽ സ്കോർ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ബേസ് മോഡൽ സ്വിഫ്റ്റ് LXI ആണ്. ആ വണ്ടി ഇപ്പോൾ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ എമൗണ്ട് അറൗണ്ട് ഒരു 681 വരും.
പ്ലസ് നമുക്ക് EMI വരുമ്പോൾ ഒരു 12,241 വെച്ചിട്ട് നമുക്ക് EMI വരും. പ്ലസ് ഒരു 1 lakhൻ്റെ അടുത്ത് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. ഒരു 93 അറൗണ്ട് ഒരു 93 നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതിയോ. പിന്നെ സ്വിഫ്റ്റ് VXലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഓൺ റോഡ് വരുന്നത് നമുക്ക് 868 EMI വരുമ്പോൾ ലോൺ വരുമ്പോൾ നമുക്ക് 763 വരും. പ്ലസ് നമുക്കൊരു 12,256 വെച്ചിട്ട് ഒരു 84 months വരും. 1,05,000 അടുത്ത് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതിയോ. നോർമൽ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് വേണ്ടി വരുന്നത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാൻ കാർഡ്, ആധാർ, പിന്നെ ആളുടെ 6 month ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, കരമടത്ത് രസീത്, പ്ലസ് അതുപോലെ തന്നെ ആൾ സാലറി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 month പേ സ്ലിപ്പ് വേണം. അതുപോലെ തന്നെ കസ്റ്റമറുടെ ലേറ്റസ്റ്റ് 2 year ഫോം സെഷൻ വേണം. ഇത്രയും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ സ്കീമിൽ നമുക്ക് വണ്ടി വില, ഇൻഷുറൻസ്, റോഡ് ടാക്സിൻ്റെ 90% വരെ നമുക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റമറെ സംബന്ധിച്ച് 700 സിബിൽ സ്കോറാണ് വേണ്ടത്. പ്ലസ് നമുക്കൊരു 25 above സാലറി, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് IT പേപ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പുതിയ സ്വിഫ്റ്റിൽ ഒരുപാട് ആക്സസറീസ് ഇതിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ അത് പറഞ്ഞു തരാനായിട്ട് ഈ ഷോറൂമിൽ ഇതിൻ്റെ ആക്സസറീസ് സൂപ്പർവൈസറായ ദിനൂപ് സാറുണ്ട്. അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഗ്രിൽ, സ്കേർട്ടിംഗ്, ഫ്രണ്ട് ഗ്രിൽ ക്രോം, അത് പല കളറിലും അവൈലബിൾ ആണ്. വീൽ ആർച്ച് ക്ലാഡിങ് വരുന്നുണ്ട്. ഫ്രണ്ട് വരുവാണെങ്കിൽ ഫോഗ് ലാമ്പ്, അതിൻ്റെ ക്രോം ഗാർണിഷുകൾ. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർബോഡി, പിന്നെ ഫ്രണ്ട് ഗ്രില്ലിൽ റെഡ്, വണ്ടിക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏത് കളറും നമുക്ക് ചൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. സൈഡ് സ്കേർട്ട്, സൈഡ് ബീഡിങ്, ക്രോം റെയിൻ ഗാർഡ്. ഇൻറ്റീരിയർ വരുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ ടൈപ്പ് സീറ്റ് കവറുകളും, ആർട്ടിഫിഷ്യൽ ലെതർ സീറ്റ് കവറുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. കസ്റ്റമൈസ് ചെയ്ത് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റിയറിംഗ് കവർ, നിയോൺ ലൈറ്റ്, 3D ബൂട്ട് മാറ്റ്, ഫ്ലോർ മാറ്റ് 3D, നോർമൽ ഫ്ലോർ മാറ്റുകൾ എല്ലാം അവൈലബിൾ ആണ്. റിയറിൽ വരുമ്പോൾ റിയർ സ്പോയിലർ സ്പോട്ടി ആവാൻ വേണ്ടിയാണ്. പിന്നെ വരുന്നത് റിയർ അണ്ടർ ബോഡി, ട്രങ്ക് ലിഡ് ഗാർഡുകൾ. മെയിനായിട്ട് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗ്രാഫിക്സ്. ഏത് ടൈപ്പ്, ഏത് മോഡലിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫിക്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പുതിയ സ്വിഫ്റ്റിൻ്റെ ഫീച്ചേഴ്സ്, ആക്സസറീസ് എല്ലാം കണ്ടു. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണ്ടേ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ശരിക്കും 4th generation സ്വിഫ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ്. എങ്ങനെയുണ്ടെന്നുള്ളൊരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓടിക്കാനൊരു ഒരു സ്മൂത്തായിട്ടുണ്ട് സംഭവം. പിന്നെ പഴയ സ്വിഫ്റ്റിനെ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 9 inches ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ മോണിറ്റർ വരുന്നത്. അത് കുറച്ച് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് ഡ്രൈവർക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് പോകത്തക്ക രീതിയിൽ സംഭവം വെച്ചിട്ടുണ്ട്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. മീൻസ് നാവിഗേഷനും കൂടെ ഒക്കെ ഉള്ള സമയത്ത് ഒരുപാട് നമ്മുടെ റോഡിലേക്കുള്ള ശ്രദ്ധ ഈ മോണിറ്ററിലേക്കും ആയിട്ട് ഒരുപാട് എന്താ പറയുക സ്പ്ലിറ്റായി പോകാത്ത രീതിയിൽ ഇപ്പോൾ പോകുന്ന രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് നാവിഗേഷൻ ആണെങ്കിൽ അറിയാൻ പറ്റും. അത് ഡ്രൈവറെ എനിക്ക് തോന്നുന്നു പരിഗണിച്ചുകൊണ്ട് അവർ ചെയ്തൊരു സാധനമാണ്. കെട്ടിലും മട്ടിലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം നമ്മൾ റോഡിൽ കൂടി ഇപ്പോൾ നമ്മളിപ്പം ഓടിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അറ്റൻഷൻ കിട്ടും. കാരണം പ്രത്യേകിച്ചും ഫ്രണ്ട് വ്യൂവിൽ ഒരു പ്രീമിയം വണ്ടിയുടെ ഒരു ലുക്ക് തന്നെയാണ് ഇപ്പം അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പെട്ടെന്ന് എല്ലാവരും പറയുന്ന പോലെ ഒരുപാട് പേര് റിവ്യൂ ചെയ്തവർ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മിനി കൂപ്പറിൻ്റെ ഒരു ലുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ കാണുമ്പോൾ നമുക്ക് ആ ഒരു പ്രീമിയം, ഒരു സ്റ്റാൻഡേർഡായിട്ട് അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ഒരു മോഡലിൽ അത് സെറ്റാക്കിയിട്ടുണ്ട്. അത് എല്ലാവരും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. ഈ മാരുതിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പഴി അല്ലെങ്കിൽ ഒരു മോശം ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ 2024 4th generation ഈ എഡിഷൻ ഈ വണ്ടിക്ക് അവരതുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിന് മെയിനായിട്ടുള്ളൊരു തെളിവാണ് ഇതിൻ്റെ ബേസ് മോഡലിന് വരെ
6 പേർക്കും, അതായത് ഈ കാറിലിരിക്കുന്ന എല്ലാവർക്കും സുരക്ഷിതരാക്കത്തക്ക രീതിയിൽ 6 എയർ ബാഗ്സ് ആണുള്ളത്. അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ആക്ച്വലി നമുക്ക് ഫ്രണ്ടിൽ 2 പേർക്കാണ് നോർമലി സ്വിഫ്റ്റിൽ നമുക്ക് ഒന്നെങ്കിലും വാണിംഗ് എല്ലാം വരിക. പക്ഷേ ഇപ്പോൾ അത് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ബാക്കിലുള്ളവരും മസ്റ്റായിട്ടും സീറ്റ് ബെൽറ്റ് ഇടണം. അത് സേഫ്റ്റിക്ക് കൂടുതൽ എന്താ പറയുക, സേഫ്റ്റി കൂടുതൽ നല്ലതാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഈ എഡിഷനിൽ അവർ കൊണ്ടുവന്ന വളരെ നല്ലൊരു കാര്യമാണ്.